സുമതി വളവ് എന്നൊരു സിനിമ വരുന്നുണ്ട്. ആ സുമതി വളവിന്റെ ആളുകളാണ് ഇന്ന് സെല്ലുലോയിഡിന്റെ ഗസ്റ്റ് ആയിട്ടുള്ളത്. നമസ്കാരം. സിദ്ധാർത്ഥേട്ടൻ മന്ത്രവാദിയാണ് ഇതില്. കരിമ്പുലിയെ ഞാൻ കണ്ടു. കരിമ്പുലി ചേട്ടൻ പിന്നെ കരിമ്പുലിനേക്കാൾ സൂപ്പർ ആയതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോ പോരെ. ചേട്ടൻ ഭയങ്കര ഇൻട്രസ്റ്റന്റ് ആണെന്ന് തോന്നുന്നു. ഇത് എന്തെങ്കിലും പടത്തിന് വേണ്ടി വെച്ചാണോ ചേട്ടാ? വഴുവഴുപ്പുള്ള രാജ്യം. അയ്യേ, നമുക്ക് നമ്മുടെ അവസാന ഘട്ട ചർച്ചയിലേക്ക് പോകാം. വേർത്തോ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. രസമൊന്നും ഉണ്ടായില്ലേ അപ്പൊ? നമ്മളൊരു സീൻ എടുക്കില്ലല്ലോ. നമ്മൾ സുമതികളെ പാടും. ചേച്ചി വേറെ നമ്മളിൽ ചെറുപ്പത്തില് ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ അപ്പൂപ്പനും അമ്മൂമ്മയിലും പ്രേതത്തിന്റെ കഥകൾ പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ നമ്മൾ കേട്ട കഥകൾ കുറച്ച് വലുതാവുമ്പോഴെങ്കിലും റിയൽ ലൈഫിൽ കാണാൻ വേണ്ടി നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ അഭിമാനമായിട്ടുള്ളൊരു പ്രേതമുണ്ട്, സുമതി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സുമതിനെ ബന്ധപ്പെടുത്തിയിട്ടാണോ എന്നറിയില്ല, സുമതി വളവ് എന്നൊരു സിനിമ വരുന്നുണ്ട്. ആ സുമതി വളവിന്റെ ആളുകളാണ് ഇന്ന് സെല്ലുലോയിഡിന്റെ ഗസ്റ്റ് ആയിട്ടുള്ളത്. നമസ്കാരം. എല്ലാവർക്കും വലിയ കൈ. സുമതി വളവ് ഇപ്പോ തിയേറ്ററിലേക്ക് എത്താൻ പോവുകയാണ്. എന്താണ് ചേട്ടാ ശരിക്കുള്ള ഇതിന്റെ ഒരു ജോണർ? നമ്മൾ ടീസർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ആദ്യം ഒരു റൊമാൻസ് വരുന്നു, കുറച്ച് കഴിയുമ്പോൾ ഒരു ത്രില്ലർ വരുന്നു. ശരിക്കും ഇതൊരു കോമഡി ത്രില്ലർ ആണോ, ഒരു ക്രൈം ത്രില്ലർ ആണോ, അല്ലെങ്കിൽ ഒരു റിവഞ്ച് ഡ്രാമയാണോ? എന്താണ് ഇതിന്റെ ഒരു ജോണർ? എന്താണ് നേരത്തെ പറഞ്ഞ ഇപ്പൊ ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം യക്ഷി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ആ ഒരു സ്ഥലമായിട്ടൊന്നും നമ്മൾ കാണിക്കുന്നില്ല. ആ ഒരു യക്ഷിക്കഥയല്ല ഇത്. പക്ഷെ ഇതൊരു യക്ഷിക്കഥ തന്നെയാണ്. അതൊരു എലമെന്റ് വേറൊരു യക്ഷിതര കഥയാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും, മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ പല ഇംഗ്ലീഷ് സിനിമകൾ നമ്മൾ കണ്ടാലും, ഇപ്പൊ കോൺജറിങ്ങും ഇറ്റും പല അങ്ങനത്തെ വലിയ വലിയ സിനിമകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് യക്ഷിപ്പടങ്ങൾ വരാതെ നമുക്ക് ഒരു പ്രത്യേക എഫക്ഷനും ഒരു പ്രത്യേക രോമാഞ്ചം, ഒരു പ്രത്യേക പേടിയൊക്കെ അതിനകത്തുണ്ട്. ആ ഒരു സാരി കൊടുത്തൊരു ചേച്ചി വന്നിട്ട് വെള്ള സാരി, അതിനകത്തുള്ള ഒരു പേടി നമുക്ക് പണ്ടത്തെ പേടി ഇപ്പോഴും കിടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരു കൃത്യം ഒരു 90s നടക്കുന്ന ഒരു കഥയാണത്. ഒരിക്കലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു പരിപാടിയല്ല. മണിച്ചിത്രത്താഴൊക്കെ റിലീസായ സമയത്ത് ആ ഒരു കാലഘട്ടം നമ്മൾ പറയുന്നത് 90s മണിച്ചിത്രത്താഴ് റിലീസായ ഒരു സമയത്ത് നടക്കുന്ന ഒരു ഇങ്ങനെ ഒരു ഹോണ്ടഡ് വളവുള്ളത്, ഒരു ഹോണ്ടഡ് വളവാണ് ഗ്രാമത്തിലേക്ക്. അത് ഏതാണ് സ്ഥലം എന്ന് പറയുന്നത്? വേണമെങ്കിൽ തിരുവനന്തപുരം ആവാം. പക്ഷെ ഇങ്ങനെ ഒരു ഹോണ്ടഡ് വളവാണ്. ഒറിജിനലി നിങ്ങളപ്പോ ഈ സുമതി വളവ് എന്നൊരു കഥ കേട്ട് വിശ്വസിച്ചിട്ടുണ്ടോ? ഒറിജിനലി ഇങ്ങനത്തെ ഒരു സംഭവം നടന്നതായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ചെറുപ്പകാലത്ത് ഞാൻ എന്റെ സ്കൂൾ ടൈമിലൊക്കെ ഇത് മനോരമയിലൊക്കെ ന്യൂസ് ആയിരുന്നു. ഈ സുമതി വളവ് ഇതൊരു പത്രവാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ഒരു വളവിൽ ഒരു സ്ത്രീ ഒരു കൊച്ചിനെ കൊണ്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു കൊറേ കഥകളുണ്ട് ഇതിന്റെ. ഹോണ്ടഡ് റോഡ്സ് എല്ലായിടത്തും ഉണ്ട്. ഒരു റോഡ് ദാറ്റ് ഈസ് ഹോണ്ടഡ്. നല്ലതായിരിക്കും കഥ മനുഷ്യരിൽ. ഇതൊരു റെഫറൻസ് മാത്രം എടുത്തിട്ടുള്ളത്. സുമതി വളവ് എന്ന് പറയുന്ന ആ കണ്ടന്റ് എടുത്തിട്ട് അഭിലാഷും വിഷ്ണു അത് അവരുടേതായ രീതിയിൽ വേറെ കണ്ടന്റ് ആക്കി അതൊരു സിനിമാറ്റിക് ആക്കി. അതൊരു വൺ ഓഫ് ദി എലമെന്റ്സ് ആണ്. അത് ആ റോഡ് ലീഡ് ചെയ്യുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ വേറെ കുറെ കഥകളും സാധനങ്ങളൊക്കെ നടക്കുന്നു. ഇതൊരു ഗ്രാമത്തിന്റെ കഥയാണ്. നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ എന്റെ ഇതുവരെ വന്നേക്കണ ഔട്ടുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറെ റൊമാൻസ് ഉണ്ട്, ചിരിക്കാനുള്ള കുറെ പരിപാടികൾ കാണുന്നുണ്ട്, പക്ഷെ ഹൊറർ ഉണ്ട്. അപ്പൊ ശരിക്കും ആ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കുറെ പരിപാടികളാണ്. അപ്പൊ അവിടെ പറഞ്ഞ ഒരുപാട് ചിരിക്കാറുണ്ട്. ഇത് ഒറിജിനലി ഉള്ള ഒരു ഗ്രാമമാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ കുഞ്ഞിരാമായണൊക്കെ പോലെ ഒരു ഭയങ്കര ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ഗ്രാമമാണോ? അത്രയും ഫിക്ഷണൽ, പക്ഷെ ഒരു ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്നതാണ്. ഡെഫിനറ്റ്ലി നമ്മൾ സിനിമയിൽ ചെയ്യുമ്പോ, പ്രത്യേകിച്ച് പ്രേതത്തിനെ കാണിക്കുമ്പോ നമുക്ക് ഒറിജിനൽ അല്ലാണെന്ന് പോലെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അത് പ്രേതം ഫിക്ഷണൽ ആണോ? നിങ്ങളെല്ലാരും പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പേടിയില്ലെന്നാ? ചേട്ടനോ? ചേട്ടന് വെള്ളമൊക്കെ ഇട്ടാന്നോണ്ട് ഞാൻ ചോദിച്ചു. വെള്ളം ഇട്ട് വന്നാ അല്ല, നമ്മളൊരു പ്രേതത്തിൽ അത് മറ്റേ ബ്ലാക്ക് ഇട്ടുണ്ട്.
ആരെങ്കിലും നിങ്ങളുടെ മുടി black ആണല്ലോ. ഇട്ടുകൊണ്ട് വരുമോ? ആരെങ്കിലും സുമതിയുള്ള പ്രൊമോഷന് പച്ചയും വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് വരുമോ? ആക്ച്വലി ഈ ഒറിജിനൽ പ്ലേസിൽ സുമതി വളവ് തന്നെ ആക്ച്വൽ പ്ലേസിൽ നമ്മള് ട്രിവാൻഡ്രത്ത് ഒരു ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മളവിടെ ഷൂട്ടല്ല പ്രൊമോഷൻ നടക്കുന്ന സമയത്ത് നമ്മളവിടെ പോയായിരുന്നു. ഈ ഒറിജിനൽ സുമതി വളവിൽ വളവില് നമ്മള് ഈ പടം ചെയ്യുന്നു. എന്താണ് പരിപാടി കാണണമല്ലോ. ഏത് രാത്രിയാണോ പോയത്? രാത്രി പിന്നെ രാവിലെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് 12 മണി കഴിഞ്ഞിട്ട് ആ സമയത്ത് നല്ല സുമതി പേടിച്ചു അതൊന്നും ഉണ്ടായില്ല. ആരൊക്കെയാ പോയ ചേട്ടാ? ചേട്ടന് ഞങ്ങളെല്ലാരും ഉണ്ടായിരുന്നു. നീ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാന്, അഭിലാഷ് ബ്രോ, വിഷ്ണു, അർജുൻ, ശിവ, പിന്നെ നമ്മുടെ ഗോപിക, അവരെല്ലാരും ഉണ്ടായിരുന്നു. ഒരു ടെമ്പോ ട്രാവലറിലാണ് പോയത്. 3 വണ്ടിയിലായിട്ടാ പോയത്. പ്രേതം പിടിച്ചു. ഇപ്പൊ നമ്മൾ ഇതിന്റെ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാല് സിദ്ധാർത്ഥേട്ടൻ മാലൊക്കെ ഇട്ട് ഒരു രുദ്രാക്ഷൊക്കെ ഇട്ട് കുറിയൊക്കെ തൊടുന്നൊരു മന്ത്രവാദിയാണോ ഇതില്? ചെറിയൊരു മിത്തിക് ലൈൻ, മന്ത്രവാദിയല്ല, ഒരു മിസ്റ്റിക് സാധനം ഉണ്ട്. ചെറിയ മന്ത്രാദം ചെറിയ സാധനം ഒക്കെ അറിയാം. ഗോകുൽ അത് പുള്ളി വളരെ റാഷണൽ ആയിട്ടും സയന്റിഫിക് ആയിട്ടും അപ്രോച്ച്, അല്ലാണ്ട് ഒരിക്കലും അല്ലാതെ വെറുതെ കണ്ട. ശരിക്കും ഒറിജിനലി ഈ മന്ത്രവാദത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ട് സിനിമയ്ക്കോ ഇന്റർവ്യൂവിനോ ഗുണമുണ്ടോന്ന് അറിയത്തില്ല. എന്നാലും മന്ത്രവാദം എവിടെയുള്ളത് വിശ്വസിക്കാൻ? അല്ല ചോദിച്ചതാ. അങ്ങനെയുണ്ടോ? ഇല്ല, എനിക്കില്ല. പക്ഷെ നമ്മള് വാർത്തകളൊക്കെ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ. അത്രേ ഉള്ളൂ നമുക്കുള്ള അറിവ്. അല്ലാതെ മന്ത്രവാദത്തിൽ എന്ത് വിശ്വസിക്കാൻ? ഇതിലെ ഈ ടീസറിലെ ഒരു ഡയലോഗ് ഉണ്ട്, യക്ഷിന്റെ തന്തനെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ സിദ്ധാർത്ഥേട്ടൻ ഇപ്പൊ അടുത്ത് വന്ന എല്ലാ സിനിമകളിലും ഒരു കൊണച്ച പ്ലാൻ സൂക്ഷ്മദർശിനിയില് സിദ്ധാർത്ഥേട്ടന് അടുത്ത് വന്നതിലൊക്കെ ഒരു കൊണച്ച പ്ലാൻ. പറഞ്ഞത് ശകലം മാറിപ്പോയി. അർത്ഥം വേറെ. അല്ല ചേട്ടൻ ഇപ്പൊ അടുത്ത് വന്ന സിനിമകളിലൊക്കെ ഇപ്പൊ സൂക്ഷ്മദർശിനിയിലാണെങ്കിൽ ഒരു കൊണച്ച പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട്. ഇപ്പൊ ധീരനിലാണെങ്കിൽ ഭയങ്കരമായിട്ട് എനിക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആ രീതിയിൽ പോകുന്നു. ഇപ്പൊ ഈ സിനിമയിലും അതുപോലത്തെ എന്തെങ്കിലും നമുക്ക് വ്യത്യസ്തമായ കാണാൻ പറ്റുമോ? കൊണച്ച പ്ലാൻ വല്ലതും ഉണ്ടോന്ന്? അല്ല, ഞാൻ ടീച്ചറില് സോറി കേട്ടോ മോളെ, ഈ ഇന്റർവ്യൂ കേട്ടിട്ട് യക്ഷിന്റെ തന്തയ്ക്ക് വിളിക്കുന്നോടാ എന്തൊക്കെ പുള്ളിയുടെ ഒരു എമ്പത്തിയുടെ പുറത്ത് പറഞ്ഞാണ്. യക്ഷിയുടെ തന്തയ്ക്ക് പറഞ്ഞപ്പോ ഒരുത്തൻ കയറി ചോദിച്ചാണ് അത്. നായകന്റെ ചെയ്ത പരിപാടിയല്ലേ ഇത്? അതെ, അത് ചേട്ടൻ കഴിഞ്ഞെടുത്തിട്ടതാ. യക്ഷിയുടെ തന്തയപ്പ എന്നായിരിക്കും പറയുന്നത്? അതന്നെ, അതാണ് ഞാൻ ചോദ്യം ചെയ്തത്. തന്തയ്ക്ക് അല്ല, അത് പറഞ്ഞു ഒരു നിന്റെ എന്ത് പേര് വിളിക്കും? യക്ഷനെന്നോ? അതെനിക്കറിയില്ല. പക്ഷെ മറ്റേ അത് അഡ്രസ് ചെയ്തു. സാധാരണ അവര് ഒരു അച്ഛനല്ലേ, അച്ഛൻ എന്ന് പറഞ്ഞിരിക്കും. അറിയില്ല. അവിടെ രാത്രി ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഈ മറ്റേ ഹോണ്ടഡ് പ്ലേസില്. പിന്നെ നമ്മളുണ്ടാക്കിയ മൃഗങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കരിമ്പുലിയെ ഞാൻ കണ്ടു. കരിമ്പുലിയെ ചേട്ടൻ പിന്നെ കരിമ്പുലിനേക്കാൾ സൂപ്പർ ആയതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോ പോരെ. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും കണ്ടിരുന്നോ? ഞങ്ങൾ ആരെയും കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ബോളിച്ചാനെ കാണാറുണ്ട്. കരിമ്പുലി വീഡിയോ കാണിക്കാൻ പോവാണ്. ശരിക്കും ചേട്ടൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഒന്ന് ക്യാമറക്ക് മുന്നിലൊന്ന് കാണിക്കാമോ? ഡൗൺലോഡ് ആകട്ടെ. ചേട്ടൻ മാത്രമേ ഉണ്ടായുള്ളൂ അല്ലേ? വേറെ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നു? എന്റെ കൂടെ എന്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷൂട്ട് വരുമായിരുന്നു. ഒരു ഈ സംഭവം നടക്കുമ്പോൾ പാലക്കാട് ഒരു കൊടും വനത്തിലായിരുന്നു ഷൂട്ടിങ്. അതിന് ഗൂഗിൾ മാപ്പിൽ നോക്കിയാലേ സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങളുടെ കണ്ണ് കെട്ടിയായിരുന്നു അവിടെ കൊണ്ടുപോകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാലോ? അത്ര വേണമെങ്കിലും ഓവറാക്കി ചളവാക്കാതെ ഇനി രസകരമായ ഷൂട്ടും കാര്യങ്ങളൊക്കെ. എത്ര ദിവസം ഉണ്ടായിരുന്നു ടോട്ടൽ ഒരു ഷൂട്ട് ഡേയ്സ്? 90 days എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ്. വില്ലൻ ക്യാരക്ടർ ആണോ ഇതിലുള്ളത്? സുമതിയിലോ? ഞാനൊരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ് ചെയ്യുന്നത്. ചേട്ടൻ നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാനാണ് ഇഷ്ടം? അല്ലല്ലോ, ഒരിക്കലും അല്ല. ഞാൻ 2 സിനിമ അത് കഴിഞ്ഞ് ഞാൻ നെഗറ്റീവ് അല്ല ചെയ്യുന്നത്. അല്ല, അത് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് വരുന്നതാണ്. ഇപ്പൊ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നവരെ എപ്പോഴും പോലീസ് വേഷം തേടി വരും. അതങ്ങനെയാണ്, ട്രാവൽ അങ്ങനെയാണ്. അപ്പം എനിക്കിതിനകത്ത് അങ്ങനത്തെ ഒരു വേഷമേ അല്ല. ഞാനൊരു സബ് ഇൻസ്പെക്ടറാണ് വേഷം. ബെഞ്ചമിൻ എന്നാണ് പേര്.
ഒരു സിനിമയുടെ ഒരു ഏരിയ തൊട്ട് എൻട്രി ചെയ്ത് ലാസ്റ്റ് വരെയുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ഞങ്ങളെല്ലാവരുമായിട്ട് തന്നെ സീക്വൻസ് ഉണ്ട്. മെയിൻ ആക്ടേഴ്സ് ഇവരൊക്കെ ഇടിക്കോ? ഒന്നുമില്ല, അങ്ങനത്തെ ഫൈറ്റോ കാര്യങ്ങളോ അങ്ങനെ. ഫാന്റസി ആണല്ലോ. അല്ല, അത് ഇതെന്നാന്ന് വെച്ചാൽ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ വിട്ടിട്ട് കാണിച്ചാൽ പോരെ. നീ എന്തായാലും കാണും സിനിമ. അപ്പൊ കണ്ടിട്ട് 1-ാം തീയതി നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ഇടിക്കുമോന്നൊക്കെ. ശരിക്കും നമുക്ക് ഈ ഹൊറർ പടം എന്ന് പറയുമ്പോൾ നമ്മള് ചെറുപ്പത്തില് കണ്ടു വളർന്ന വിനയൻ സാറിന്റെ ഒരു ഹൊറർ പടമാണല്ലോ ഈ ആകാശഗംഗ. അതുപോലത്തെ അതൊരു റിവെഞ്ച് ടൈപ്പ് ഓഫ് കഥയാണ്. ഇപ്പൊ സുമതിനെ കുറിച്ച് പറയുമ്പോഴും പുള്ളിക്കാരിന്റെ ഒറിജിനൽ സ്റ്റോറി വരുന്ന ഒരു റിവെഞ്ച് ടൈപ്പ് ആണ്. അങ്ങനത്തെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗമെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു റിവെഞ്ച് സ്റ്റോറി ഇതിലുണ്ടോ? അല്ല, അങ്ങനത്തെ ഒരു പ്രേതത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അവരുടെ റിവെഞ്ച് ആണോ എന്താണോ നമ്മളിപ്പോ അങ്ങനെ റിവെഞ്ച് പരിപാടി സിനിമ എന്തായാലും കാണും, അപ്പൊ മനസ്സിലാവും. ഇങ്ങനെ ഒരു ഹോണ്ടഡ് വഴിയുണ്ട്. ആണെങ്കിലും ഉപദ്രവിച്ചാൽ തിരിച്ചു പണി കിട്ടും അല്ലേ? ആ ഒരു വഴി രാത്രി കടക്കാൻ പറ്റില്ല. രാത്രി ഒരു 6 മണിക്ക് ശേഷം ആ വഴി കടക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വഴി വർഷങ്ങളായിട്ട് അല്ല, അത്രയും പറയാം നമുക്ക്. ആ വഴി കിടക്കാൻ പറ്റും. പക്ഷെ അത് റിവെഞ്ച് ആണോ അവരുടെ എന്താണ് എന്നുള്ളത് സിനിമ കണ്ടിട്ട് ചേട്ടൻ ഭയങ്കര ഇന്നസെന്റ് ആണെന്ന് തോന്നുന്നു. താടി മുടിയൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, നിഷ്കളങ്കനാണെന്ന് തോന്നുന്നു. അതാണ് ചോദിച്ചപ്പോ തന്നെ ഒരു ഇന്നസെന്റ് മഹർഷി. ഭയങ്കര സന്തോഷം ചോദിച്ചപ്പോ എല്ലാം പറഞ്ഞല്ലോ. ഇത് എന്തെങ്കിലും പടത്തിന് വേണ്ടി വെച്ചാണോ ചേട്ടാ? ആധാർ കാർഡ് ഫോട്ടോ എടുക്കാൻ അല്ല, ഞാൻ ചോദിച്ചത് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പോയി ഒരാളുടെ ഇഷ്ടത്തിന് വേണേലും വെക്കാലോ. അല്ല, ഇത് ഒരു പടത്തിന് വേണ്ടിയിട്ടുള്ളൊരു നിഷ്കളങ്കന്റെ ആധാർ കാർഡ് കണ്ടില്ല. ചേട്ടൻ്റെ ആധാർ കാർഡിൽ താടി വെച്ചിട്ടാണോ ഫോട്ടോ? ആ വണ്ടിയിൽ വിടുക, ആ വണ്ടി പോയി. ഞാൻ എല്ലാവർക്കും വേണ്ടി കുറച്ച് കുസൃതി ചോദ്യങ്ങൾ കൊണ്ടുവന്നു. തിരിച്ചും പേസ് ചെയ്യണം. 5 എണ്ണം. മൊത്തം 5 ചോദ്യം. മൊത്തം 5 ചോദ്യം. സിമ്പിൾ ആണ്. ഞങ്ങൾ 4 പേരല്ലേ ഉള്ളൂ. 4 ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ അങ്ങോട്ടും ചോദിക്കും. ഓക്കെ. 1. സ്വന്തമായി കസേരയുള്ള മാൻ. ചെയർമാൻ. ഞാൻ പറഞ്ഞ സിമ്പിൾ, ഭയങ്കര സിമ്പിൾ ആയിപ്പോയി. ഇത് വൈറലാകും കേട്ടോ. ഇത് കത്തും, ഇന്റർനെറ്റ് കത്തും. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഉണ്ടാക്കി കേട്ടോ. ഞാനായിട്ടൊരു ബന്ധമില്ല. പുള്ളി ഈ പരിപാടി കഴിയുമ്പോ കാണണം, ഉത്തരം പറയാം. ഇല്ലെങ്കിൽ നമ്പർ തന്നാലും മതി. അഡ്രസ്സോ നമ്പറോ ഉണ്ട് കണ്ടിട്ട് ഞങ്ങള് എന്തായിരുന്നു? ഏത് സിറ്റി? തൊട്ടാൽ ചലിക്കുന്ന സിറ്റി. തോറ്റോ? ഇലക്ട്രിസിറ്റി. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി, അതായത് എന്താ ചലനം എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ? അറിയില്ല. തൊട്ടാൽ ചലിക്കുന്ന സിറ്റി, അതാണ് ഇലക്ട്രിസിറ്റി. എന്ത് ചോദ്യം, എന്ത് ഉത്തരവാണ്? അറിയില്ല. തൊട്ടാൽ കറണ്ട് അടിക്കുന്ന സാധനം എന്ന് ചോദിച്ചാൽ കറക്റ്റ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പിടിക്കാം. ബ്രേക്ക് ഡാൻസ് ആണോ? എന്തോ ഉണ്ട് അതിനകത്ത്. വിഷയം മാറ്റുന്നു. മൂന്നാമത്തെ, വഴുവഴുപ്പുള്ള രാജ്യം. ഇത് സിമ്പിളാണ്. വഴുവഴുപ്പുള്ള രാജ്യം. സ്ലിപ്പറി ലാൻഡ്. വഴുവഴുപ്പുള്ള രാജ്യം എന്താ? എന്താ പറ. എനിക്കറിയാം. പറ. തോറ്റോ? ഈ ചോദ്യത്തിന് ഭേദം കേൾക്കാനോ തോക്കാനോ നല്ലത് കേൾക്കാനോ? പറയട്ടെ. ഇവരോട് ഞാൻ കേൾക്കണ്ടത്. അതിനെ കേൾക്കണം, കേൾക്കണോ? സിദ്ധാർത്ഥനെ കേൾക്കണം. പറയാം, അത് അറിയട്ടെ. എനിക്ക് ഗ്രീസ്. ബ്രില്യന്റ്. ഇനി അവസാനം അതിനകത്ത് ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യം എപ്പോഴും മാറിയിട്ടാണ്. അതിനകത്താണ് ഗ്രീസിനകത്ത് പുറത്ത് വിശദമായി ചർച്ച. അവസാനത്തെ, ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന രാജ്യം ഏതാണ്? ഇതിൽ രാജ്യത്തിന്റെ അല്ലേ, നമ്മള് കൺട്രീസിനെ കുറിച്ച്. കൺട്രി പീപ്പിൾ. സ്പെയിൻ അല്ലേ? യെസ്. നിങ്ങൾ 2 ക്വസ്റ്റ്യൻ. ഇനി അടുത്ത 5-മത്തെ, ഒരിക്കലും പറക്കാത്ത കാക്ക.
ചത്ത കാക്ക. അല്ല, വർക്കാറില്ല സാധാരണ അല്ല അത് കാക്ക അതും കൺട്രിയാണോ? അല്ല, ഇത് കണ്ടുപിടിക്കാം. ഒറിജിനൽ കാക്കയോ? ചത്തു. ഏതെങ്കിലും എങ്ങനെ പറക്കുന്നത്? അതെ അതെ, ഇക്കാക്കാണ് ആൻസർ. ഒരിക്കലും പറക്കാത്ത കാക്ക ഇക്കാക്ക. ഇക്കാക്ക പറക്കില്ല. ഇങ്ങനത്തെ ചോദ്യങ്ങൾ എങ്ങനെയാണ് റിസർച്ച് ചെയ്ത് അല്ല, ഇത് നമ്മളെ പ്രോഗ്രാം പ്രൊഡ്യൂസർ അതെടുത്ത് കുഴിച്ചിട്ടുള്ള ചിലപ്പോ അല്ലെങ്കിൽ ആ പ്രോഗ്രാം പ്രൊഡ്യൂസറിനെ ഇന്ന് രാത്രി തന്നെ അപ്ഗ്രേഡ് ചെയ്ത് വേറെ പൊസിഷൻ ഇതിലൊന്നും ഇതിന് പ്രൈസ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ അവസാന ഘട്ട ചർച്ചയിലേക്ക് പോകാം. വേർത്തോ AC-ലൊക്കെ ഇതില് ഏതില് പോസ്റ്റർ പോസ്റ്ററില് അല്ല, ഗോകുൽ സുരേഷ് ഇങ്ങനെ തോക്കൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ആരെങ്കിലും സിനിമയിലുണ്ട്, ഞങ്ങൾ പറ്റിച്ചല്ല. ആരെങ്കിലും ഒറിജിനൽ ഈ സിനിമയിൽ വല്ല വെടിവെപ്പോ യുദ്ധമോ അങ്ങനെ എന്തെങ്കിലും? പുരുഷന് ഇപ്പം യുദ്ധമൊന്നും ഇല്ല എന്നാണ് പുള്ളി അവിടെ തോക്ക് മറ്റേ ഇത് ചെയ്തിരിക്കുന്നു, ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നു. പോലീസായിട്ടാണ് വരുന്നത്. പോലീസ് അപ്പൊ നീ പറ. മാളവികയുടെ കൊടയുണ്ടല്ലോ, എന്തിനാണ് പുള്ളി തോക്ക് ഇങ്ങനെ ആയിട്ട് നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മാളവികയുടെ കൊടയുണ്ടല്ലോ, മഴ വരാൻ പോകണം. ഞാൻ ബൈക്കായിട്ട് ഓടിക്കാനായിരിക്കും. അതാ ചിലപ്പോ. ചേട്ടാ, ആ ബൈക്ക് ഒരുപാട് യുവാക്കളുടെ ഒരു ഹരമായിട്ടുള്ള ബൈക്കാണ്. ആ ബൈക്കിനെ കുറിച്ച് പറയാം. എനിക്ക് അറിയില്ല. ഇല്ല, നമ്മൾ എന്തായാലും ഹരമായിട്ടുള്ള ബൈക്ക് എന്തോ പേര് പറഞ്ഞില്ല. അല്ല, CD ഉണ്ട്. പക്ഷെ നിങ്ങൾ വേറെ എന്തോ പേരല്ലേ നേരത്തെ പറഞ്ഞേ? അല്ല, അപ്പൊ കൊറേ കാലത്തിന് ശേഷല്ലേ ഇപ്പൊ ആ ടൈപ്പ് ബൈക്ക് ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഇപ്പൊ അത് അങ്ങനെ ഇത് CG ചെയ്തതാ, ഒറിജിനൽ. ഒരുപാട് CGs ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. അങ്ങനത്തെ ബൈക്കില അല്ലല്ല, മൊത്തത്തിൽ കൊറേ ആനിമേഷൻസ് ഒക്കെ ഉണ്ടോ ഈ സിനിമ? അല്ല, ഇത് അത് വേറെ ബൈക്കിന്റെ കഴിഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചത് സിനിമയിൽ കൊറേ ആനിമേഷൻ ഉണ്ടോ? CG ഉണ്ട്, ആനിമേഷൻ കുറവുണ്ട്. അതെ, CG ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്. നമ്മൾ സായിച്ചു കുറിപ്പിനെയാണ് നമ്മൾ ടീച്ചറിൽ എവിടെ ഒന്നും കണ്ടിട്ടില്ല. എന്തെങ്കിലും സസ്പെൻസ് റോളാണോ ഇതിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്? അല്ല, ടീച്ചറിൽ കണ്ടിട്ടില്ല. എന്തെങ്കിലും ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു റോളാണോ? ഒരുപാട് പേരുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ 10-50 പേരുണ്ട്. കാണാത്ത കുറെ ആർട്ടിസ്റ്റുകൾ. നമുക്ക് ഈ പരിപാടി ഈ പരിപാടി ഞാൻ ഈ പരിപാടി ഇതോടുകൂടി ഈ പരിപാടിയും എന്റെ മേലാൽ ഈ പരിപാടിയായിട്ട് ഞാനും വരുന്നല്ലായിരിക്കും. ഇല്ല, നന്നായിട്ട് സൈൻ ഓഫ് ചെയ്യും. എങ്ങനെ സോറി, നമ്മള് ജോക്കായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു അഭിലാഷ് പിള്ളേന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയം? അഭിലാഷ് പിള്ളയിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇതെല്ലാം സൈൻ ഓഫ് പോയി. ഇല്ല, അഭിലാഷ് പിള്ള ചുമ്മാ പ്ലീസ് പ്ലീസ് കമോൺ, ക്രാഷ് ലാൻഡ്. ഒരു കസേര എടുത്തിട്ടേ. അപ്പോ ഒരു ഇന്റർവ്യൂല് ഇതുവരെ ഉണ്ടാവില്ല. 4 പേര് ഇരിക്കുന്ന ഇന്റർവ്യൂല് പെട്ടെന്ന് ഗസ്റ്റ് റോൾ ആയിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ വരുന്നു. ഇത് ഇന്റർവ്യൂല് മാത്രം. ഒരിക്കലുമല്ല, അഭിലാഷ് പിള്ള മനഃപൂർവ്വം തന്നെ വന്നത്. അത് അങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ഡിസ്കഷൻ ചെയ്താണ്. അതായത് പറഞ്ഞാൽ നമ്മുടെ ഇന്റർവ്യൂവിനിടയ്ക്ക് അഭിലാഷ് പിള്ള വരുമെന്നുള്ള. എസ്പെഷ്യലി സൂര്യ വന്നിട്ട് ചോദിക്കായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അഭിലാഷ് പിള്ളയായിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുമ്പോ തന്നെ ഒരു തലാപ്പുറത്ത്. അതെങ്ങനെയാ ഈ പൊട്ടു പറയുന്ന കേൾക്കുവന്നേ? ഈ ഡോണ്ട് പറയും നമ്മൾ പറയുന്നത് ഞങ്ങളുടെ അവസ്ഥ അറിയില്ലേ? ഷൂട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ അവസ്ഥ സീനായി. എന്താ പറയുക സീന്? ഇതാണ് സീന്. ഞാൻ വരാം. ബാലു സീനായി. ഇതാണ് സൈജ്. ഈ 3 അണ്ണന്മാര് വേറെ ഒരുത്തരോടുണ്ട്, അവരോട് ഇല്ല. അവരോട് വേണം.
ഇവന്മാരൊക്കെ ഒരുമിച്ച് കൊണ്ട് ഞങ്ങള് പെട്ട പാട്. എന്റെ ദൈവമേ, ഇത് നമ്മള് നമ്മളങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ചേട്ടൻ കുരുത്തക്കേടുള്ള പിള്ളേരായിരുന്നു. രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ആണ് ഞങ്ങളെ കൊണ്ട് അനുഭവിച്ച ഈ അഭിലാഷ് പാട് പിള്ള എന്ന് എന്ന് പറയുന്ന പറയുന്നത്. റൈറ്ററെ കൊണ്ട് ഈ സിനിമയ്ക്ക് ഗുണമേ ഉണ്ടായിരുന്നു. പക്ഷെ അഭിലാഷ് പിള്ള എന്ന് പറയുന്ന ആക്ടർ വിഷ്ണുവിനെ ഒരുപാട് ബുദ്ധിമുട്ട് എന്ന് വിഷ്ണു അത് ഡയറക്ടർ വരും വേറൊരു ഇന്റർവ്യൂ ഇരിക്കുക. പുള്ളി വരുമ്പോ ടേക്ക് പോയി ഞാൻ കാരണം ചേട്ടനെ നിർബന്ധിച്ച് അഭിനയിപ്പിച്ചാണോ? ഇവരൊക്കെ അല്ല, പുള്ളി എഴുതിയപ്പോ തന്നെ എഴുതി വെച്ചായിരുന്നു. അങ്ങനെയാണോ? ഞാൻ പകുതി വെച്ചാണ് പുള്ളിയുടെ ആണെന്ന് മനസ്സിലായിട്ട് മാറിക്കോട്ടെ. ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു? അഭിനയിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അഭിനയം രസമായിരുന്നു. എത്ര റീടേക്ക് പോയി? അങ്ങനെയൊന്നും ഞങ്ങൾ കണക്ക് വെക്കാറില്ല. ആദ്യം ടേക്ക് എന്നുള്ള വാക്ക് എടുത്ത് മാറ്റാം. എത്ര റീ ചെയ്തെന്ന് ചോദിക്കും. അത് അതായത് എനിക്ക് കോമ്പിനേഷൻ സീനാ കൂടുതലും. ഇവരുടെ ഞാന്, ബാലു, അർജുൻ, സിദ്ധാർത്ഥേട്ടൻ. പുള്ളി എഴുതിയപ്പോ നല്ല മിടുക്കനാ. പുള്ളിക്ക് കേറേണ്ട സീനിൽ മാത്രം കേറി, വലിയ അപകടം ഇല്ലാത്ത സീനിലൊക്കെ കേറി പുള്ളി ഷൈൻ ചെയ്തങ്ങ് പോയി. ഞാനും പോയിച്ചോണ്ടെങ്കിൽ 2 സീനുള്ളൂ കോമ്പിനേഷൻ. ആണല്ലോ, പോരെ. അത് പുള്ളി എങ്ങനെയുണ്ടായിരുന്നു പുള്ളിന്റെ കൂടെ പുള്ളി അഭിനയിച്ചത്? അടിപൊളിയല്ലേ? പുള്ളി സൂപ്പർ. വേറെ ലെവൽ. കാരണം ഞങ്ങൾ പണി കണ്ട് ഇഷ്ടപ്പെട്ട് ഈ മനുഷ്യനെ ഇതിലേക്ക് കൊണ്ടുവന്ന് ആഗ്രഹിച്ചു കൊണ്ടുവന്നതാണ്. അത് അല്ല, അതെനിക്കും പറയാൻ ചേട്ടനിപ്പോ മറ്റേ ഇതില് ജയറാമായി അതല്ല, അതെ. ഈ പണി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം എന്റെ ഇറങ്ങാൻ പോകുന്നൊരു സിനിമയാണ് സുമതിയോള്. ജയറാമേട്ടന്റെ പേര് പറഞ്ഞ് ചിരിക്കരുത് കേട്ടോ, അതൊരു ആർട്ടിസ്റ്റിനെ ഇൻസൾട്ട് ചെയ്യുന്നതല്ല. ആ BGM-ന്റെ കാര്യമാണ്. സൂര്യ ഓണായിരുന്നു. എഡിറ്റ് ചെയ്യും. എഡിറ്റ് ചെയ്യാനുള്ള ഒരുപാടുണ്ട്. ഞങ്ങളുടെ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അറിഞ്ഞില്ലേ? എവിടെയാണ് പ്രൊമോഷൻസ്? അല്ല, ബോബിച്ചേട്ടനൊക്കെ വന്നപ്പോഴത്തേക്ക് സിനിമയുടെ ഒരു ടോട്ടാലിറ്റി തന്നെ ഭയങ്കര വേറെ ഒരു ഫ്രഷ്നസ് ആണല്ലോ. സിദ്ധാർത്ഥന്റെ ക്യാരക്ടർ പോലും ഞങ്ങൾ ആദ്യം എഴുതുമ്പോൾ മറ്റൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു, മെയിൻ ആർട്ടിസ്റ്റ്. അദ്ദേഹത്തിന്റെ മാൻഡ്രസ് ഒക്കെ വെച്ചിട്ടാണ് ആ കഥാപാത്രം എഴുതിയിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ആലോചിച്ചപ്പം പെട്ടെന്ന് സിദ്ധാർത്ഥയുടെ എങ്ങനെ ഉണ്ടാവും വിഷ്ണു വെച്ച് അടിപൊളിയാക്കി. സിദ്ധുവിനെ വിളിക്കുന്നു. സിദ്ധുടൻ ഒന്ന് കഥ കേട്ടിട്ട് എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നത്, സത്യം പറയണം ഇത് വേറെ ആർക്കും വേണ്ടി എഴുതിയല്ലേ? അല്ലേടാ ചേട്ടനോട് തന്നെ. പുള്ളി ഒരിക്കലല്ല, പുള്ളിയുടെ ഡയറക്ടർ കൂടെ ആണല്ലോ. ഒരിക്കലും ഞാൻ സത്യം പറഞ്ഞു ചേട്ടാ, അല്ല എവിടെയാണ് ചേട്ടൻ ചെയ്ത രസമായിരിക്കും. എന്തുകൊണ്ട് സിദ്ധാർത്ഥേട്ടൻ ചെയ്യണം എന്നുള്ള ഒരു ഇത് വന്നത്? അല്ല, അതൊരു പ്രശ്നം കിട്ടാൻ വേണ്ടി. ഇപ്പൊ നമ്മള് ചില ആർട്ടിസ്റ്റുകളെ നമ്മൾ ഒരുപാട് അല്ല ചില ആർട്ടിസ്റ്റുകളെ നമ്മൾ ഒരുപാട് പടത്തില് കണ്ട് അവർ നല്ല പെർഫോമൻസ് ആയിരിക്കും. പക്ഷെ വീണ്ടും അവർ ആ ക്യാരക്ടർ വെക്കുമ്പോഴത്തേക്ക് അതൊരു റിപ്പീറ്റ് വാല്യൂ ഇങ്ങനെ കിടക്കും. അപ്പൊ അതൊരു ഫ്രഷ് കൊടുക്കുവാണെങ്കിൽ തിയേറ്ററിൽ ആളുകൾക്ക് കാണുമ്പോഴത്തേക്ക് ഇയാള് ചെയ്യാത്തൊരാള് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ്. സിദ്ധുവേട്ടൻ അങ്ങനെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. പിന്നെ സിദ്ധുവേട്ടൻ ഇങ്ങനെ ചോദിക്കും, ഇത് എടാ അത് ഏത് മാൻഡ്രസ് ആണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഞാൻ മറ്റേ പറയും. സിദ്ധുവേട്ടൻ ആദ്യത്തെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പരിപാടി ലൈവ് ആയി. പിന്നെ ഇതൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. നമുക്ക് ആവശ്യം അല്ല, ആവശ്യമില്ല. എന്നാലും ബാലു അതുപോലെ തന്നെ ബാലു എനിക്ക് ലാസ്റ്റ് അഭിലാഷേട്ടൻ വന്ന് എല്ലാരും ഒന്ന് പൊക്കി. ബാലു ഇതുപോലെ വന്ന് കഥ കേട്ട് ബാലുവിന്റെ സജഷൻ പറയും. ബാലുവിന് പിന്നെ ബാലുവിന് എല്ലാത്തിനും ഡീറ്റെയിലിംഗ് ചോദിക്കും. ഇത് എന്തുകൊണ്ടാണ് അത് എന്നിട്ട് ഇങ്ങനെ പോകും. അഭിലാഷ് ഭായി സൂപ്പർ, അഭിലാഷ് പോയി കഴിഞ്ഞ് കുറച്ച് വിളിക്കും. അഭിലാഷ് ഭായി ഞാൻ ഫ്രീ ആണോ, ഒരു ടൈമോടെ ആ സീനിന്റെ മറ്റേ നന്നായിരിക്കില്ലേ, മാറ്റിക്കാം. എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഒരു സജഷൻ കേട്ടാൽ എനിക്കത് വർക്കാന്ന് മാറ്റിക്കൊള്ളാൻ പറയും. അല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഒരുപാട് സിനിമയിൽ തന്നെ ഒരുപാട് ഏരിയയില് ബാലു കുറെ സാധനം നല്ലത് തന്നിട്ടുണ്ട്. ഇനി ജൂഹിനെ കുറിച്ച് ജൂഹി പറഞ്ഞ ലൂഹിയോ 2 ദിവസം മുന്നെയാണ് ആ ക്യാരക്ടർ ജൂഹി വിളിക്കുന്നത്. അപ്പം പ്രൊഡക്ഷനായിട്ടുള്ള ഗിരീഷാണ് ഇങ്ങനെ ആദ്യം എന്ന് പറഞ്ഞിങ്ങനെ പവി കെട്ടേക്കന്റെ വിജയ് പടം ചെയ്യുന്നുണ്ട്. ആണോ? അതിന്റെ അറിയാം. അപ്പൊ ഫോട്ടോ അടിച്ചപ്പം പറഞ്ഞാൽ അത് ഓക്കെയാണ് വിളിക്കുക. അപ്പൊ ഞാൻ വിളിക്കുകയാണ്. ഞാൻ ജൂഹി ക്യാരക്ടർ കേൾക്കട്ടെ. ഇല്ലേട്ടാ ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക, ഷൂട്ടിന് വന്നോണ്ടിരിക്കുക, കഥയൊന്നും കേട്ടില്ല. ഞാൻ പറഞ്ഞു ക്യാരക്ടർ ഇതാണ് ചേട്ടാ, എല്ലാം ഒക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ഒന്ന് ചെയ്തോളാം. അപ്പൊ വന്നു കഴിഞ്ഞപ്പോൾ ജയിച്ചപ്പോൾ അടിപൊളിയായിരുന്നു. ബോബി ചേട്ടനോട് ഒരു കോമ്പിനേഷൻ സീനുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമയില് ഹീറോയിൻസിൽ എനിക്ക് കോമ്പറ്റീഷൻ സീൻസ് കിട്ടിയിരിക്കുന്ന ഒന്ന് ജൂഹി, മാളു, ജൂഹി, അങ്ങനെ 1-2 പേര്. ഇത് കാരണം ഞാൻ പറഞ്ഞില്ല ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇതിനകത്ത്. ഇത്രയും ആർട്ടിസ്റ്റുകൾ കഥ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഒരു നാടാണ് അത്. ആദ്യം തന്നെ ഈ സിനിമയിൽ പറയുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഒരു ഗ്രാമമാണിത്. അപ്പൊ ആ ഗ്രാമത്തിലുള്ള കഥാപാത്രങ്ങൾ ഇട്ടപ്പോൾ അതിനൊക്കെ ഒരു ഫെമിലിയർ ഫേസ് വേണമെന്ന് വിചാരിച്ചു. അതാണ് ഇത്ര ആർട്ടിസ്റ്റുകളിലേക്ക് പോയത്. ബിറ്റ്വീൻ 35 to 40
ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ട്. നമ്മൾ ശരിക്കും എന്താ ആസ് എ പ്രേക്ഷകൻ എക്സ്പെക്ട് ചെയ്യേണ്ട എന്താ? കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹൊറർ എക്സ്പെക്ട് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ അടികപ്പേരെ കുട്ടമണി പോലെ ഒരു കോമഡി ഹൊറർ എക്സ്പെക്ട് ചെയ്യണോ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഒരു ക്രൈം ത്രില്ലർ എക്സ്പെക്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞിരാമായണം പോലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന അങ്ങനത്തെ ഒരു കഥ എക്സ്പെക്ട് ചെയ്യണോ? ഇതിന്റെ ജോണർ കൃത്യമായിട്ട് ഞാൻ പറയാം. ഇതൊരു കോൺജറിങ്ങോ അല്ലെങ്കിൽ ഒരു ഡ്രാക്കുളയോ അങ്ങനത്തെ സിനിമയല്ല. ഇത് ഒരു കഥയ്ക്കുള്ളിൽ വരുന്ന ഏരിയ, അത് പേടിപ്പിക്കുന്ന ഏരിയ, ഒരു 5-6 ബ്ലോക്കുകളാണ് സിനിമയ്ക്കുള്ളിലുള്ള പേടിപ്പിക്കുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. അത് കഥ ഡിമാൻഡ് ചെയ്യുന്ന പോലത്തെ ബ്ലോക്കുകളാണ്. അപ്പൊ ഒരിക്കലും സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഇതൊരു കോമഡി പടത്തിനിടയിലെ ഹൊറർ അങ്ങനെയല്ല. ആ കഥയിൽ മെൽറ്റായി പോകുന്ന അല്ലെങ്കിൽ കഥയുമായിട്ട് ഭയങ്കരമായിട്ട് ജെല്ലായി പോകുന്ന ഹൊറർ സീക്വൻസ് ആണ്. അതില് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നി 1-2 സാധനം. ഒന്ന് ഈ ബോബി ചേട്ടന്റെ ഒരു ഇൻട്രോ സീക്വൻസ് ഉണ്ട്, അത് ഭയങ്കര വർക്കായ സംഭവമാണ്. പിന്നെ ഈ പറഞ്ഞ ചേട്ടൻ ബോബി എന്നൊരു പേര് കേൾക്കാൻ വേണ്ടി അല്ലാതെ മാർഗമില്ലെന്നേ, നമ്മള് സെൽഫായിട്ട് അടിക്കണം. ആരും കൈയടിക്കത്തില്ല, നമ്മൾ തന്നെ അടിക്കണം. ഇന്റർവൽ 15 മിനിറ്റ് ഒരു 360 ഡിഗ്രി എക്സ്പീരിയൻസ് സറൗണ്ടിങ് ഓഡിയോഗ്രാഫി ഒക്കെ ചെയ്തേക്കുന്ന ഒരു മേക്കിംഗ് ഉണ്ട് സിനിമയുടെ. ഈ തീർച്ചയായിട്ടും തിയേറ്ററിൽ ഓഡിയൻസിന് ഭയങ്കരമായി ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൽ ബാലുവിന്റെയും സിദ്ധുവിന്റെയും ഒക്കെ കുറെ ട്രാക്കുകളുണ്ട്. അതിൽ ബാലുവിന്റെ സിദ്ധുവിന്റെ ട്രാക്ക് എടുത്തതാണ്. അത് മറയൂര് ഭയങ്കര തണുപ്പുള്ള സമയത്ത് വെള്ളച്ചാട്ടത്തിന്റെ താഴെ കൊണ്ടുപോയി 2 എണ്ണത്തെ നമുക്ക് വിഷ്ണു കുറെ കഷ്ടപ്പെടുത്തി. അപ്പൊ പച്ച തണുപ്പ്. അപ്പൊ ഞാൻ പ്രാവശ്യമായിട്ടുള്ള പോയേക്കും. രസമൊന്നും ഉണ്ടായില്ലേ അപ്പൊ? ഞങ്ങളൊരു സീൻ എടുക്കില്ല. നമ്മള് സുമതി സെൻസർ അല്ല ഭയങ്കര അതായത് വെള്ളച്ചാട്ടത്തിലാണ് വെള്ളം വീണുകൊണ്ടിരിക്കും. ഭാഗ്യം സിദ്ധുവിനോട് ചോദിച്ചു, ഈ കൊച്ചിനോടങ്ങനെ ചോദിച്ചു എന്നാ അല്ല സിദ്ധാർത്ഥ നമ്മൾ പഴയ കാലത്തെ കോസ്റ്റ്യൂംസ് ആണ്, അത് കൈലിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുമല്ല വെള്ളച്ചാട്ടത്തിന് അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ ഭയങ്കര പ്രശ്നമാണ്. വെള്ളത്തിൽ ഇറങ്ങണം. അപ്പൊ അത് ഷൂട്ട് ചെയ്തത് 3 ദിവസം ഒന്നും എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അതൊക്കെ ഭയങ്കര വിധികളായിരുന്നു. പിന്നെ ആനയും പുലിയുള്ള കാട്ടില് രാത്രി എന്നെ കുറിച്ച് ആക്ച്വലി കാട്ടി കരിമ്പുലി ഉണ്ടെന്ന് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അറിയില്ല. ഞങ്ങൾ ആക്ച്വലി കരിമ്പുലിന്റെ ആയിരുന്നോ? ഫോട്ടോ വരെ കാണിച്ചു കൊടുത്തു നടന്നു പോ. പിന്നെ ആന ഇപ്പൊ ഒരു ദിവസം ഞങ്ങള് ഷൂട്ട് ചെയ്തോണ്ട് നമ്മള് ജീപ്പ് ഷൂട്ട് ചെയ്തപ്പോ പുറകെ കൂടെ പാസ് ചെയ്തു. അത് ഇവരുടെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞതിനൊക്കെ എന്റെ എവിഡൻസ് ഉണ്ട് കേട്ടോ. ഇവര് പറഞ്ഞത് എന്റെ പ്രൂഫ് ഉണ്ട്. ഞാൻ കാണിക്കാൻ എവിടെ വേണേലും അത് കാണിക്കാം. ഞാൻ സൈഡിൽ കൂടെ പോയതൊക്കെ പറഞ്ഞു. ചേട്ടാ അപ്പൊ നമ്മള് സുമതി വളവ് തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോ എന്തുകൊണ്ട് പ്രേക്ഷകർ സുമതി വളവ് കാണണം? ഒറ്റ വാക്കിൽ എല്ലാരും പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിവൃത്തിയോടാണ്, അപേക്ഷയാണ്, സഹായിക്കണം, അതേ പറയാറുള്ളൂ. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് എലമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്. ഒരു ഓഡിയൻസിനെ എന്തൊക്കെ എലമെന്റ് വേണം, ഒരു ഡാൻസ്, ഫൈറ്റ്, ഹൊറർ. ചേട്ടൻ ഡാൻസ് ചെയ്തിട്ടുണ്ടോ ഇതില്? ജീവിക്കാൻ വേണ്ടി അതും ചെയ്യും. അല്ല, ഇത് ഈ സിനിമയിൽ ഡാൻസ് ചെയ്തിട്ടില്ല. എന്റെ ക്യാരക്ടർ വേറൊരു ജാനർ. ഞാനൊരു ഇൻസ്പെക്ടറാണ്. ഇവിടെ ക്യാരക്ടറിനെ ശരിക്കും പറഞ്ഞാൽ പണ്ട് എന്റെ പത്തനംതിട്ട കോന്നിയിൽ ഞാൻ പണ്ടൊരു പോലീസ് ഓഫീസർ. എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് പേടിയാണ് അദ്ദേഹത്തെ. ഓക്കെ, ആ പേര് തന്നെയാണ് ഈ ക്യാരക്ടറിനെ കൊടുത്തിട്ടുള്ളത്. പാവമായി പോയെ അപ്പോഴാണ് ഇയാള് സിനിമയിൽ. അപ്പൊ ആ ക്യാരക്ടറിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടാണ് ഈ ക്യാരക്ടറിനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടർ വരുമ്പോൾ തന്നെ ഓഡിയൻസിന് ഒരു പേടിയുണ്ട്. മുട്ടം ബിൽഡപ്പ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇറക്കുന്നത് ഇൻട്രോ ഒക്കെ. ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രോ ഇട്ടത് 2 പേരെന്ന് വെച്ചാൽ ഒന്ന് സിദ്ധുവേട്ടനും ബോബി ചേട്ടനാണ്. ബോബി ചേട്ടനാണ്. താങ്ക് യു സർ. എനിക്ക് വിഷ്ണുവിനോടും ചോദിക്കാനുണ്ട്. അല്ല, ഇനിയിപ്പോ 3 ദിവസം കൊണ്ട് നിങ്ങൾ ഇനി അതിൽ ബാലുവിന് ഒരു 90s വൈബിനെ എങ്ങനെ നമുക്ക് നൊസ്റ്റാൾജിയായിട്ട് ഒരു റീത്തിങ് കൊടുക്കാന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടാണ് ബാലുവിന്. നമ്മള് പോസ്റ്ററിൽ കാണുന്നുണ്ട്. ഭയങ്കര വൈബുള്ളൊരു പരിപാടിയാണ്. ഞങ്ങൾ ആദ്യം അത് ഭയങ്കര ആഗ്രഹിച്ച ഗുപ്തിലെ ആ പാട്ടാണ് ആദ്യം. പിന്നെ അത് എന്തൊക്കെയോ കോപ്പറേഷൻ ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഞങ്ങൾ വേറെ സാധനം പുതിയതായിട്ട് എന്നാൽ അതിന്റെ ഒരു ഫീൽ ഓഡിയൻസിൽ കിട്ടണം എന്നുള്ളൊരു പ്ലാനിലാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. നന്നായി. അപ്പൊ എന്തുകൊണ്ട് ഈ സിനിമ കാണണം? ഒറ്റ വാക്കിലൊന്ന് പറയാം. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയാണ്. കോമഡി, ഹൊറർ എല്ലാം ഉണ്ട്. ചേട്ടാ അല്ല, ഞാൻ പറഞ്ഞ എന്റെ എല്ലാ സിനിമകളും പറയുന്ന പോലെ തന്നെ നമ്മള് പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനും ഇഷ്ടപ്പെടുത്തുന്നുള്ള രീതിയിൽ തന്നെ സിനിമ ഒരുക്കി. എനിക്ക് അഭിലാഷ് എൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ മറ്റേ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ട് കുറെ റിവ്യൂസ് ചേട്ടന് അനാവശ്യമായി
ട്രോൾ ചെയ്യുന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു ട്രോളുകൾക്ക് അല്ല, അങ്ങനെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിന് വിധേയനായ ഒരാളല്ല താങ്കൾ. കാരണം താങ്കൾ തന്നത് നല്ല സിനിമകളാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഫീൽ ചെയ്യാൻ പറ്റുന്ന ഹാർട്ട്ഫുൾ ആയിട്ടുള്ള സിനിമകളാണ്. ചേട്ടൻ അങ്ങനെ ട്രോൾ ചെയ്യാൻ നമ്മൾ വിട്ടുകൊടുക്കുന്നത്? അതില്ല, അത് രമേശ് ചാടി പറഞ്ഞു തന്നൊരു കാര്യമാണ് ഏറ്റവും കറക്റ്റ്. അതായത് സോഷ്യൽ മീഡിയയിൽ നമുക്ക് എപ്പം വരെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആയാലും നമ്മളെ പറ്റി പോസ്റ്റുകൾ വരുന്നു, അതുവരെ നമ്മൾ ഫീൽഡിലുണ്ട്. അതില്ലാത്ത ദിവസം നമ്മൾ ഫീൽഡിലോട്ട് അതിനർത്ഥം. അപ്പൊ അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് നല്ല കോൺഫിഡൻസും ഞാൻ ചെയ്യുന്ന വർക്കിൽ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ ഉള്ളപ്പോൾ എനിക്ക് ഈ ഹെയ്റ്റ് ക്യാമ്പയിനോ അല്ലെങ്കിൽ ഈ കമന്റ്സ് വായിച്ചിട്ട് അയ്യോ ഇതെന്താ ഇങ്ങനെ, അങ്ങനത്തെ ഒരു ചിന്ത ആദ്യമായിട്ടുണ്ടായിരുന്നു, വിഷമം തോന്നും. ഇപ്പൊ അങ്ങനെ ഒരു പരിപാടിയില്ല. കാരണം എന്താ പറയുക, ഇതിങ്ങനെയാണ് ഇവിടെ. ഇപ്പൊ നമ്മള് എത്രയോ വർഷം മനസ്സിൽ കൊണ്ട് ആരാധിച്ചു നടന്ന ലാലേട്ടനെ ഒരു എമ്പുരാന്റെ പേരിൽ ഇവിടെ നമ്മൾ കണ്ടതാണ് ആളുകൾ. അതേ ലാലേട്ടൻ തുടരും ഹിറ്റ് അടിച്ചപ്പോൾ അതേ ആളുകളെ തന്നെ മാറ്റി ലാലേട്ടനെ, അത്രേ ഉള്ളൂ ഇവിടെ. സിനിമയിൽ എപ്പോഴും അങ്ങനെയാണ്. സിനിമയിൽ നമ്മൾ നല്ലത് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, അതിങ്ങനെ പൊക്കോളും. പിന്നെ ഈ സോഷ്യൽ മീഡിയ അല്ലേ ആ വഴിക്ക് പോട്ടെ. പിന്നെ ഈ സിനിമ എന്തുകൊണ്ട് കാണണം എന്ന് പറഞ്ഞാൽ ഇതൊറ്റ കാരണമേ ഉള്ളൂ. മാളികപ്പുറത്തിന് ശേഷം ഞാനും വിഷ്ണുവും വീണ്ടും ഒന്നിക്കുമ്പോൾ ഉറപ്പായിട്ട് ഞങ്ങളെ വിശ്വസിച്ച് തിയേറ്ററിൽ വന്ന പ്രേക്ഷകരെ ഒരിക്കലും ഞങ്ങൾ നിരാശപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി തിയേറ്ററിൽ വിധി എഴുതേണ്ടത് പ്രേക്ഷകരാണ്. അപ്പം അതൊരിക്കലും ഒരു റിവ്യൂവറിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം കേട്ടല്ല, സിനിമ പോയി കാണുക. ആ ഒരിക്കലും പൈസ നഷ്ടപ്പെടും എന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പടത്തിൽ. കാരണം അത് എല്ലാ എലമെന്റ്സും ഉണ്ട്. ഒരു 2.5 മണിക്കൂർ എൻജോയ് ഉള്ള സിനിമയുണ്ട്. ചേട്ടാ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പറയാ, ഒറ്റ എന്റർടൈനർ. ചേട്ടാ ഒറ്റവാക്കല്ല, ഇപ്പൊ ഒരു യക്ഷിപ്പടം കണ്ടിട്ടൊക്കെ കുറച്ച് നാളായി. ഞാൻ ആസ് എ പ്രേക്ഷകൻ എനിക്ക് അത് ഭയങ്കര ഫീലാണ്. അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പോയി കാണണമെന്നുണ്ട്. ഞാൻ എനിച്ചില്ലെങ്കിൽ എനിക്ക് പോയി കാണണമെന്നുണ്ട്. അത് തന്നെയാണ് ഒരു രസമുള്ളൊരു ഹ്യൂമറും എല്ലാം ഉള്ള രസമുള്ള രക്ഷപ്പെടം. അപ്പൊ എല്ലാരും സുമതി വളവ് തിയേറ്ററിൽ പോയി കാണണം. ഓഗസ്റ്റ് 1. അപ്പൊ എല്ലാരും സുമതി വളവ് ഓഗസ്റ്റ് കാണാൻ പറയണേ. യെസ്, ഉറപ്പായിട്ടും ടിക്കറ്റ് തരും. വീഡിയോക്ക് എന്തായാലും ഒരു സൈൻ ഓഫിന് മുമ്പേ ഞങ്ങൾ 4 പേരോടും ചോദിച്ചില്ലേ ഒരു ചോദ്യം, അഭിലാഷിനോട് ഒരു ചോദ്യം ചോദിച്ചു. എന്നോട് ചോദിച്ചു ഇല്ലല്ല, അയ്യോ ഇതൊന്നും അല്ല, ഇതൊന്നും നാളെ വേർക്കുന്ന ചോദ്യമുണ്ട്. ചോദിച്ചോ, 5 എണ്ണം ചോദിച്ചോ, നമ്മളൊന്നും പറയില്ലല്ലോ. അന്നൊരു ഞങ്ങൾ ഉത്തരം പറയാത്ത ഇലക്ട്രിസിറ്റിയുടെ ചോദ്യമില്ല, അത് ചോദിക്കണം. ചോദ്യമെങ്കിലും പുള്ളിന്ന് അറിയട്ടെ. മറന്നുപോയി. വഴിവഴുക്കുന്ന രാജ്യം. മതിയായല്ലോ, തൃപ്തിയായല്ലോ. ശരി എന്നാ സൈൻ ഓഫ്. എല്ലാവരും ഓഗസ്റ്റ് 1-ാം തീയതി സുമതി വളവ് തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു.